ഓണം എക്സാം 2024 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രം എക്സാം ആണ്. പഠിച്ചായിരുന്നോ? യെസ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ടീച്ചർ സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രത്തിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക കേട്ടോ, അവസാനം വരെ കേൾക്കുക. ഈ ക്ലാസ്സിൽ ടീച്ചർ പാർട്ട് 1 അതായത് 1ാമത്തെ യൂണിറ്റിൽ ഉള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അടുത്ത പാർട്ട് 2-ൽ 2ാമത്തെ പാഠം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, യെസ്, കണ്ടിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ കേട്ടോ. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിൻ്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജ്, ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമം. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിഥി തൊഴിലാളികൾ, ഗസ്റ്റ് വർക്കേഴ്സ്. ഗസ്റ്റ് വർക്കേഴ്സ്, അതിഥി തൊഴിലാളികൾ. അപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിനായി വരുന്നവരെ വിളിക്കുന്ന പേരെന്ത്? ക്വസ്റ്റ്യൻ എന്താണ്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ അന്വേഷിച്ച് വരുന്നവരെ വിളിക്കുന്ന പേരെന്ത്? സംസ്ഥാനമാണേ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിനായി എത്തുന്നവരെ വിളിക്കുന്ന പേര് അതിഥി തൊഴിലാളികൾ, ഗസ്റ്റ് വർക്കേഴ്സ്. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്. അതർ സ്റ്റേറ്റ്സ്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ജോലിക്കായി എത്തുന്നവരാണ് ഗസ്റ്റ് വർക്കേഴ്സ്, അതിഥി തൊഴിലാളികൾ. കൂടുതൽ പേരും എത്തുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ നിന്നാണെന്ന് അറിയാവോ? അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. ഓക്കെ, അപ്പോൾ കൂടുതൽ പേരും അതിഥി തൊഴിലാളികളായി കേരളത്തിൽ എത്തുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ്? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഈ 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിനായി എത്തുന്നവരാണ് അതിഥി തൊഴിലാളികൾ, ഗസ്റ്റ് വർക്കേഴ്സ്. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. ഏതൊക്കെ സ്റ്റേറ്റ്സിലാണെന്നാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഓക്കെ, പഠിച്ചില്ലേ? രണ്ടാമത്തേത് ഗ്രാമത്തിലെ കാഴ്ചകളാണ്. ഗ്രാമത്തിൽ നിങ്ങൾക്ക് എന്താ കൂടുതലായിട്ട് കാണാൻ കഴിയുക? പാടങ്ങൾ, മലകൾ, തോപ്പുകൾ, കൃഷിസ്ഥലങ്ങൾ, ചന്തകൾ. ചന്ത എന്തിനാണ്? സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും, ഉണ്ടാക്കിയത് വിൽക്കുന്നതിനും മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള സ്ഥലമാണ് ആഴ്ചച്ചന്തകൾ. ചന്തകൾ, ദിവസ ചന്തകളുമുണ്ട്, ആഴ്ചച്ചന്തകളും ഉണ്ട്. ഓക്കെ, ആഴ്ചച്ചന്തകൾ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് എല്ലാ ആഴ്ചയിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? ഒരു ദിവസം കച്ചവടക്കാരൊക്കെ സാധനങ്ങളായിട്ട് വരും. വാങ്ങുന്നതിന് ആൾക്കാർ ഒത്തിരി വന്ന് കൂടാറുണ്ട്. അതാണ് ആഴ്ചച്ചന്തകൾ. നമ്മുടെ ദിവസം ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മേടിക്കാൻ പോകുന്നതാണ് ദിവസച്ചന്തകൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിൽ കാണുന്ന കാഴ്ചകളാണ് വയലുകൾ, പാടങ്ങൾ, മലകൾ, തെങ്ങിൻ തോപ്പുകൾ, ആഴ്ചച്ചന്തകൾ, പിന്നെന്താ? കുളങ്ങൾ. കണ്ടോ? ഇതെന്താണ്? കുളങ്ങൾ. ഉത്സവങ്ങൾ, ഇതൊക്കെ നാട്ടിൽ കാണുന്ന കാര്യങ്ങളാണ്. ഉത്സവങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നാട്ടിൽ കണ്ടത്?
പാടങ്ങൾ അല്ലെങ്കിൽ വയലുകൾ, മലകൾ, തെങ്ങിൻ തോപ്പുകൾ, കൃഷിസ്ഥലങ്ങൾ, ആഴ്ചച്ചന്തകൾ, കുളങ്ങൾ, ഉത്സവങ്ങൾ, ഇതൊക്കെയാണ് നാട്ടിലെ പ്രത്യേകതകൾ. ഓക്കെ, അതുപോലെ കളിസ്ഥലവും നമുക്ക് എഴുതാം. കളിസ്ഥലങ്ങൾ, കുട്ടികൾക്കായി കളിക്കാനുള്ള കളിസ്ഥലങ്ങൾ, അതൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ഗ്രാമത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഫീച്ചേഴ്സ് ഓഫ് അർബൻ റൂറൽ ലൈഫ്, നഗര ഗ്രാമ ജീവിതത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. നഗരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അർബൻ ലൈഫ് നഗരപ്രദേശം, റൂറൽ ലൈഫ് ഗ്രാമപ്രദേശം. അപ്പോൾ നമുക്കാദ്യം റൂറൽ ലൈഫ് ഗ്രാമത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ സെറ്റിൽമെൻറ്റ്സ്, ചെറിയ വാസസ്ഥലങ്ങൾ. വലിയ ബിൽഡിങ്ങുകളുടെ വീടല്ല, ചെറിയ വീടുകൾ, സ്മോൾ സെറ്റിൽമെൻറ്റ്സ് ആയിരിക്കും ഗ്രാമപ്രദേശത്ത്. പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാനമായ അന്തരീക്ഷമായിരിക്കും. പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാന അന്തരീക്ഷമായിരിക്കും. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, ലളിതമായുള്ള ജീവിതമാണ്. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, ലളിതമായിട്ടുള്ള ജീവിതം. ലെസ് എക്സ്പെൻസീവ്, കുറഞ്ഞ ജീവിത ചെലവ്. ലെസ് എക്സ്പെൻസീവ്, കുറഞ്ഞ ജീവിത ചെലവ്. ഇനിയുമുണ്ട്. ഈ 4 നിങ്ങൾ പഠിച്ചായിരുന്നോ? റൂറൽ ലൈഫ്, ഗ്രാമപ്രദേശത്ത് കാണുന്ന ഈ 4 കാര്യങ്ങളും പഠിച്ചോ? റൂറൽ ലൈഫിൽ എങ്ങനെയാണ്? സ്മോൾ സെറ്റിൽമെൻറ്റ്സ് ആണ്, പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്, സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. ചെറിയ വാസസ്ഥലങ്ങൾ, സമാധാന അന്തരീക്ഷം, ലളിത ജീവിതം, കുറഞ്ഞ ജീവിത ചെലവ്. ഇത്രയും പഠിച്ചില്ലേ? ഇനിയുണ്ട് കീപ് റിലേഷൻസ്, ജനങ്ങളെല്ലാവരും ഇടപഴകിയാണ് ജീവിക്കുന്നത്. ഗ്രാമവാസികൾ പരസ്പരം ഇടപഴകി ജീവിക്കുന്നു. കീപ് റിലേഷൻസ്, അവർ ബന്ധം എന്ത് ചെയ്യുന്നു? കാത്തു സൂക്ഷിക്കുന്നു. കീപ് റിലേഷൻസ്, ജനങ്ങൾ ഇടപഴകി ജീവിക്കുന്നു. അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഓക്കുപ്പേഷൻ, കൃഷിയാണ് പ്രധാന തൊഴിൽ. അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഓക്കുപ്പേഷൻ, കൃഷിയാണ് പ്രധാന തൊഴിൽ. അപ്പോൾ ടീച്ചർ 6 കാര്യങ്ങൾ പറഞ്ഞു. റൂറൽ ലൈഫിനെ കുറിച്ച് 6 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? സ്മോൾ സെറ്റിൽമെൻറ്റ്സ്, ചെറിയ വാസസ്ഥലങ്ങൾ, പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാന അന്തരീക്ഷം, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, ലളിത ജീവിതം, ലെസ് എക്സ്പെൻസീവ്, കുറഞ്ഞ ജീവിത ചെലവ്, കീപ് റിലേഷൻസ്, ജനങ്ങൾ ഇടപഴകി ജീവിക്കുന്നു, അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഓക്കുപ്പേഷൻ, കൃഷി പ്രധാന തൊഴിലാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചായിരുന്നോ? ഇനി അർബൻ ലൈഫ്, നഗരപ്രദേശത്തെ ജീവിതം പഠിക്കാം. അർബൻ ലൈഫ് പഠിക്കാം. തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ്. തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങളെല്ലാവരും അടുത്തടുത്തുള്ള വീടുകളിൽ ജനങ്ങൾ തിങ്ങിപ്പാർത്താണ് കഴിയുന്നത്. ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, തിരക്കേറിയ ആധുനിക ജീവിത രീതിയാണ്. തിരക്കോടുകൂടിയ ആധുനിക ജീവിത രീതി, പുതിയ രീതിയിലുള്ള ജീവിതമാണ് അവരുടേത്. ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, ബിസിയാണ്, തിരക്കാണ്. ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, പുതിയ ആധുനിക ജീവിത രീതിയാണ്. മോർ എക്സ്പെൻസീവ്, അവിടെ ജീവിക്കണമെങ്കിൽ ജീവിത ചെലവ് കൂടുതലാണ്. മോർ എക്സ്പെൻസീവ്, നമുക്കിവിടെ ഗ്രാമത്തിൽ എന്താണ്? കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറിയൊക്കെ കിട്ടും. നഗരത്തിൽ പോയാലോ അവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. അതുപോലെ എല്ലാ സാധനങ്ങൾക്കും അങ്ങനെയാണ്. അപ്പോൾ നഗരത്തിൽ പോയാൽ മോർ എക്സ്പെൻസീവ്, ജീവിത ചെലവ് കൂടുതലാണ്. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് മോർ, പരിസ്ഥിതി മലിനീകരണം കൂടുതലാണ്. ഫാക്ടറീസും അതുപോലെ വാഹനങ്ങളും ഒത്തിരി ഉള്ളതിനാൽ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് മോർ. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം കൂടുതൽ. ഗ്രാമത്തിലാണെങ്കിലോ പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാനമായ അന്തരീക്ഷമാണ്. മനസ്സിലായോ? തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, തിരക്കേറിയ ആധുനിക ജീവിത രീതി. മോർ എക്സ്പെൻസീവ്, ജീവിത ചെലവ് കൂടുതൽ. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് മോർ, പരിസ്ഥിതി മലിനീകരണം കൂടുതൽ. ഇനി നോക്കാം. ദേ ഡിഡിൻ ഗീവ് നെയ്ബർഹുഡ് റിലേഷൻ. ഇവിടെ കീപ് റിലേഷൻ, അവർ അയൽപ്പക്കാരുമായി എന്ത് ചെയ്യുന്നു? ഇടപഴകിയാണ് ജീവിക്കുന്നത്. ഇവിടെ ആണെങ്കിലോ അടുത്ത് താമസിക്കുന്ന തൊട്ട് അയൽവക്കത്ത് ആരാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. They did not give neighborhood relations. അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. They did not give neighborhood relations. അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല.
യൂസ്ഡ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. യൂസ്ഡ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകൾ. യൂസ്ഡ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? ജോലികൾ ചെയ്യുന്നത്. They give importance to their own affairs. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നഗരവാസികൾ. They give importance to their own affairs. They give importance to their own affairs. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് അർബൻ ലൈഫ്, നഗരപ്രദേശത്തുള്ളവർ. അപ്പോൾ നഗരപ്രദേശത്തിൽ എന്തൊക്കെ പഠിച്ചു? തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, തിരക്കേറിയ ആധുനിക ജീവിത രീതിയാണ്. മോർ എക്സ്പെൻസീവ്, ജീവിത ചെലവ് കൂടുതലാണ്. ഇവിടെ ലെസ് എക്സ്പെൻസീവ്, ജീവിത ചെലവ് കുറവാണ്. സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ് റൂറലിൽ. പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാന അന്തരീക്ഷമാണ്. സ്മോൾ സെറ്റിൽമെൻറ്റ്, ചെറിയ വാസസ്ഥലമാണ്. അർബൻ ലൈഫിൽ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് മോർ, പരിസ്ഥിതി മലിനീകരണം കൂടുതലാണ്. ദേ ഡിഡ് നോട്ട് ഗീവ് നൈബർഹുഡ് റിലേഷൻസ്, അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം തീരെ കൊടുക്കുന്നില്ല. യൂസ്ഡ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ജോലി ചെയ്യാനൊക്കെ. They give importance to their own affairs. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇവിടെ അഗ്രികൾച്ചറാണ് മെയിൻ ഓക്കുപ്പേഷൻ. കീപ് റിലേഷൻസ്, ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? നഗര ഗ്രാമ ജീവിതത്തിൻ്റെ സവിശേഷതകളാണ് കൂടുതലും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിൽ പോയ ഒരു കുട്ടി അവിടെ കണ്ട കാര്യങ്ങൾ, അവിടുത്തെ എന്താണ്, ഒത്തിരി വാഹനങ്ങൾ, അങ്ങനെ വാഹനങ്ങളും ഫാക്ടറീസും വലിയ വലിയ ബിൽഡിങ്ങുകളും, അങ്ങനെ എന്ത് ചെയ്യുന്നു, പരിസ്ഥിതി മലിനീകരണം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം. എന്നാൽ അർബൻ ലൈഫിൽ നിന്ന് നേരെ പീലിയുടെ ഗ്രാമത്തിൽ പോയതുപോലെ റൂറൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ട കുളങ്ങളും നീന്തൽ പഠിക്കാനായി ആഴ്ചച്ചന്തകൾ, അതുപോലെ പാടങ്ങൾ, വയലുകൾ, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചല്ലോ. നഗര ഗ്രാമ ജീവിതത്തിൻ്റെ സവിശേഷതകളാണ് പ്രധാനമായിട്ടും അവിടെയുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിലോ ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആയതിനാൽ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ക്ലാസ്സിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും, ഓരോ ഭാഗങ്ങളും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, എല്ലാം വലിച്ചു വാരി പഠിപ്പിക്കത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ടീച്ചർ പഠിപ്പിക്കും. അത് പഠിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പാർട്ട് ടൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധയോടെ പഠിക്കുക കേട്ടോ. നിങ്ങളിത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല. ഇതെല്ലാം, എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പാർട്ട് 2ൽ എന്താണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടാമത്തെ യൂണിറ്റ് ഭക്ഷണവും മനുഷ്യരും, ഫുഡ് ആൻഡ് ഹ്യൂമൻ. ഭക്ഷണവും മനുഷ്യരും പഠിച്ചാലോ? അപ്പോൾ ഇത് നമുക്ക് കൂടുതലൊന്നും വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി പോവുക. അപ്പോൾ എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണല്ലേ. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദ്യകാലത്ത്, അതായത് ആദിമകാലത്തുള്ള മനുഷ്യർ എന്തൊക്കെയായിരുന്നു ഭക്ഷിച്ചിരുന്നത്? ആദിമകാലത്തെ മനുഷ്യരുടെ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു? ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ഭക്ഷണം. അതോടൊപ്പം ചില ജീവികൾ എന്ത് ചെയ്യുന്നു, മറ്റ് ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ആഹാരം എങ്ങനെയായിരുന്നു? ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ. പറഞ്ഞേ, ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ. ഒരു ചെടിയിൽ ഇലയുണ്ട്, പഴമുണ്ട്, കിഴങ്ങുള്ള ചെടിയുണ്ട്, ധാന്യ ചെടികളുണ്ട് അല്ലേ. അപ്പം ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ. എന്തൊക്കെയാ? ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ് ആൻഡ് ഗ്രെയിൻസ്. ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ് ആൻഡ് ഗ്രെയിൻസ്. ഇനി എന്താ ചെയ്യുക? സം ക്രീച്ചേഴ്സ് കിൽഡ് അതർ ക്രീച്ചേഴ്സ്. ചില ജീവികൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ള ജീവികളെ കൊല്ലുന്നു. അതുപോലെ തന്നെ മനുഷ്യരും എന്ത് ചെയ്യുന്നു? ആഹാരത്തിനായി ജീവികളെ അതുപോലെ ചെയ്യുന്നു, കൊന്ന് കഴിക്കുന്നു. ഓക്കെ, ഇപ്പം ഇതായിരുന്നു ആദിമകാലത്ത് അന്നുള്ള മനുഷ്യരുടെ ജീവിത രീതി. രണ്ടാമത് തീ എങ്ങനെയായിരുന്നു അവർ കണ്ടെത്തിയേ? ഉണങ്ങിയ മരങ്ങൾ തമ്മിലുരഞ്ഞും പാറയിലുരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണങ്ങിയ മരങ്ങൾ
തമ്മിലുരഞ്ഞും പാറയിലുരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. അപ്പോൾ ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാം എന്നവർ മനസ്സിലാക്കി. അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? They learned that fire could be made by. They learned, അവർ മനസ്സിലാക്കി എങ്ങനെയാ? That fire could be made, തീ ഉണ്ടാക്കാൻ, by rubbing dry woods against rocks. റബ്ബിംഗ് വുഡും റബ്ബിംഗ് ഡ്രൈ വുഡും റോക്കും, അതുപോലെ തന്നെ ഡ്രൈ വുഡും സ്റ്റോൺസും എന്താണ്? കല്ലുകൾ തമ്മിലും ഉണങ്ങിയ തടിയും പാറയിൽ ഉരച്ചോ കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരച്ചോ തീ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി. അപ്പോൾ റബ്ബിംഗ് ഡ്രൈ വുഡ്സ് എഗെയിൻസ്റ്റ് റോക്സ് ഓർ ബൈ റബ്ബിംഗ് സ്റ്റോൺസ്. മനസ്സിലായോ? അപ്പോൾ 2 രീതിയിലാണ് അവർ തീ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയത്. ഏതൊക്കെ രീതിയിലാണ്? ഉണക്കമരം, അതായത് ഡ്രൈ വുഡ്, പാറയിൽ ഉരച്ച് റബ്ബിംഗ് ഡ്രൈ വുഡ്സ് എഗെയിൻസ്റ്റ് റോക്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? കല്ലുകൾ കൂട്ടിമുട്ടിച്ച് റോക്സ് ഓർ ബൈ റബ്ബിംഗ് സ്റ്റോൺസ്. ഇങ്ങനെയാണ് തീ ഉണ്ടാക്കാം എന്ന് അവർ മനസ്സിലാക്കിയത്. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിച്ചേ? അപ്പം ആദ്യം നമ്മൾ ഭക്ഷണം, ഫുഡ് എങ്ങനെയാണെന്ന് പഠിച്ചു. ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, ഗ്രെയിൻസ്. സം ക്രീച്ചേഴ്സ് കിൽഡ് ബൈ എന്താണ്? വേറെ ക്രീച്ചേഴ്സിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൊല്ലാൻ തുടങ്ങി. രണ്ടാമത് എന്തായിരുന്നു? തീ ഉണ്ടാക്കാൻ പഠിച്ചു. തീ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഡ്രൈ വുഡ്, ഉണങ്ങിയ മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ തമ്മിൽ ഉരച്ചോ ആണ് എന്തുണ്ടാക്കിയത്? തീ ഉണ്ടാക്കിയത്. ഇനി എന്ത് ചെയ്യാൻ തുടങ്ങി? മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി, സസ്യങ്ങളെ പരിപാലിക്കാൻ തുടങ്ങി. അടുത്ത ഭക്ഷണക്രമത്തിനായിട്ട് അവരെന്ത് ചെയ്തു? മൃഗങ്ങളെ ഇണക്കി വളർത്താനും തുടങ്ങി, സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതൊക്കെയാ? ആട്, ചെമ്മരിയാട്. ആടും ചെമ്മരിയാടുമാണ് അവർ ഭക്ഷണത്തിനായിട്ട് അവർ ഇണക്കി വളർത്തിയ ആദ്യ മൃഗങ്ങൾ. ഇനിഷ്യലി ദേ ഡൊമസ്റ്റിക്കേറ്റഡ്, അവർ ഇണക്കി വളർത്തിയത് ഷീപ്പ് ആൻഡ് ഗോഡ്സ്. ഷീപ്പ് ചെമ്മരിയാട്, ഗോഡ്സ് ആട്. ഫോർ ഫുഡ്, ആഹാരത്തിനായി അവർ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതൊക്കെയാ? ഷീപ്പ് ആൻഡ് ഗോഡ്, ആടും ചെമ്മരിയാടും. ഓക്കെ, അപ്പോൾ അത് ചോദിച്ചാൽ അറിയാലോ. ആട്, ചെമ്മരിയാട്, ഈ 2 മൃഗങ്ങളെയാണ് ആദ്യമായിട്ട് അവർ ഇണക്കി വളർത്തിയത്. ഷീപ്പ് ആൻഡ് ഗോഡ്സ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം, മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. അപ്പോൾ ആദ്യം എന്താണ്? ഭക്ഷണത്തിന് വേണ്ടി ഇണക്കി വളർത്തിയത് ആടും ചെമ്മരിയാടും. അതല്ലാതെ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതാരാ? മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ച മൃഗവും ഏതാ? നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായാണ് നായയെ ഉപയോഗപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നായയെ ഉപയോഗപ്പെടുത്തിയത്? They were used for watching and hunting. വേട്ടയാടലിനും കാവലിനും. വാച്ചിങ് ആൻഡ് ഹണ്ടിങ്. ഡോഗ്സ് എന്തിനാ യൂസ് ചെയ്തേ? യൂസ്ഡ് ഫോർ വാച്ചിങ് ആൻഡ് ഹണ്ടിങ്. വേട്ടയാടലിനും കാവലിനുമായാണ് നായയെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ആദ്യം മനുഷ്യർ ഇണക്കി വളർത്തിയ മൃഗം നായ, ഡോഗ്. മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം ഡോഗ്, നായ. എന്നാൽ ആഹാരത്തിനായി, ഫുഡിനായി ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതൊക്കെയാ? ഗോട്ട്, ഷീപ്പ്, ആട്, ചെമ്മരിയാട്. തെറ്റില്ലല്ലോ? ഇല്ല. ഇനി എങ്ങനെയാണ് അവർ കൃഷി ആരംഭിച്ചത് നോക്കാം. ആദിമ മനുഷ്യർ കൃഷി ആരംഭിച്ചത് എങ്ങനെ? വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്.
പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. അപ്പോൾ പാറപ്പുറത്ത് വിത്തിട്ടാൽ വിത്ത് എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. എന്നാൽ ഈർപ്പവും വേണം, ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെ കൃഷി ആരംഭിച്ചു. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. തുടർന്നാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. അങ്ങനെ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന ചെടികൾ ഏതൊക്കെയാ? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആദിമകാലത്ത് കൃഷി ആരംഭിച്ചപ്പോൾ ഏതൊക്കെ കൃഷി അവർ ചെയ്തിരുന്നേ? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ട്യൂബസ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് പറഞ്ഞുതരാം കേട്ടോ. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായി ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അപ്പോൾ കൃഷി എവിടെയാണ് ആരംഭിച്ചത്? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലവും വളക്കൂറുമുള്ള മണ്ണുള്ളത് നദീതടങ്ങളിലാണ്. അപ്പോൾ മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. ഇതോടെ ഭക്ഷണം തേടി ദൂരെ സ്ഥലത്ത് പോയിരുന്ന മനുഷ്യർ എന്ത് ചെയ്തു? കൃഷിയിടങ്ങൾക്ക് സമീപത്ത് തന്നെ സ്ഥിരവാസം, വീട് എന്താണ്, അവിടെ തന്നെ ചെറിയൊരു കുടിലൊക്കെ കെട്ടി അവിടെ തന്നെ അവർ വാസം ആരംഭിച്ചു, താമസിക്കാനായി തുടങ്ങി. ഇപ്പം എങ്ങനെയാണ് ആദിമകാലത്ത് മനുഷ്യർ കൃഷി ആരംഭിച്ചെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. ആദ്യം അവർ പച്ചക്കായിരുന്നു എന്ത് കഴിച്ചിട്ടിരുന്നത്? ഇലകൾ, പഴങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ കഴിച്ചിട്ടിരുന്നു അല്ലേ? അതിനുശേഷം അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഭക്ഷണത്തിനായിട്ട് ഗോട്ട് ആൻഡ് ഷീപ്സ്, ആടും ചെമ്മരിയാടും ഇണക്കി വളർത്തി. ആദ്യം ഇണക്കി വളർത്തിയ മൃഗം നായ, ഡോഗ്. എന്തിനാണ്? ഹണ്ടിങ് ആൻഡ് വാച്ചിങ്, കാവലിനും വേട്ടയാടലിനും വേണ്ടി. അത് കഴിഞ്ഞെന്താ? അവരുടെ ഭക്ഷണ രീതി, അവർ കൃഷി ചെയ്യാൻ തുടങ്ങി അല്ലേ? ഭക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെ അവർ കൃഷി ചെയ്യാമെന്ന് മനസ്സിലാക്കി? അവർ തന്നെ വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നവർ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവർ എന്ത് ചെയ്തു? കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പാറപ്പുറത്തിട്ടപ്പോൾ വിത്ത് ഉണങ്ങിപ്പോകുന്നു, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുന്നു, ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗം, ഇവയൊക്കെ ആദ്യകാലത്ത് കൃഷി ചെയ്തു. കൃഷിക്ക് ആവശ്യമായ ജലവും മണ്ണും എവിടെയാണുള്ളത്? നദീതടങ്ങളിൽ. അങ്ങനെ നദീതടങ്ങളിൽ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ മനുഷ്യർ അതിന് സമീപത്ത് സ്ഥിരവാസവും ആരംഭിച്ചു. മനസ്സിലായോ? Early humans might have started thinking about agriculture when they noticed seedlings sprouting from discarded food items. Seedling sprouting from discarded food items. അവർ കളഞ്ഞ ഫുഡ് ഐറ്റംസിൽ നിന്ന് വിത്തുകൾ മുളയ്ക്കുന്നത് അവർ നോട്ടീസ് ചെയ്തു. They noticed, അവർ ശ്രദ്ധിച്ചു തുടങ്ങി. Seedlings sprouting, വിത്തുകൾ മുളയ്ക്കുന്നു. From discarded food items, അവർ കളഞ്ഞ ഫുഡ് ഐറ്റംസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വിത്തുകൾ മുളയ്ക്കുന്നതായിട്ട് അവർ കണ്ടു തുടങ്ങി. If the seeds were left on the rock, അത് റോക്ക് പാറപ്പുറത്താണെങ്കിൽ they would dry out, അത് എന്ത് ചെയ്യുന്നു? കരിഞ്ഞു പോകുന്നു. If put in water, വെള്ളത്തിലിട്ടാലോ they would get rotten, അത് ചീഞ്ഞു പോകുന്നു. However, humans learned, അങ്ങനെ മനുഷ്യർ പഠിച്ചു, the seeds germinate, വിത്ത് മുളയ്ക്കുന്നത് എവിടെയാണ്? in moist and warm soil, ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കും എന്ന് മനസ്സിലായി. Thus cultivation of crops started. അങ്ങനെ എന്ത് ചെയ്തു? കൃഷി, cultivation of crops സ്റ്റാർട്ട് ചെയ്തു. Then the edible plants, roots and saplings were selected, planted and cultivated. എന്നിട്ട് അവർ എഡിബിൾ ആയിട്ടുള്ള ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളും വേരുകളും കിഴങ്ങുകളും എന്ത് ചെയ്തു? അവർ കണ്ടെത്തി നട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. In the early days, wheat, barley, little millet and tubers. Wheat, ഗോതമ്പ്, ബാർലി, മില്ലറ്റ്, ട്യൂബേഴ്സ്, ഇവ എന്ത് ചെയ്തു? ആദ്യകാലത്ത് കൃഷി ചെയ്തു.
ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ്. അവർ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അഗ്രികൾച്ചർ? റിവർ ബാങ്ക്സ്, അതായത് നദീതീരത്ത്. വേർ ദ എസെൻഷ്യൽ വാട്ടർ, വെള്ളം ആവശ്യത്തിന് കിട്ടും. ആൻഡ് ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണുമുണ്ട്. വേർ അവൈലബിൾ, വളക്കൂറുള്ള മണ്ണും വെള്ളവും അവൈലബിൾ ആയിട്ടുള്ള റിവർ ബാങ്ക്സിലാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ ആരംഭിച്ചത്. ഫോളോയിങ് ദിസ്, പീപ്പിൾ ഹു വാണ്ടഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ബിഗൻ ടു സെറ്റിൽ നിയർ ദ ഫാംസ്. അതോടെ അലഞ്ഞുതിരുന്ന മനുഷ്യർ, ഫുഡിനായിട്ട് അലഞ്ഞുതിരിഞ്ഞ മനുഷ്യർ എന്ത് ചെയ്തു? ഈ കൃഷി സ്ഥലത്തിനടുത്ത്, ആ ഫാമിൻ്റെ അടുത്ത്, ആ കൃഷി സ്ഥലത്തിനടുത്ത് അവർ സെറ്റിലായി, വാസം തുടങ്ങി. മനസ്സിലായോ? കൃഷി ആദിമകാലത്ത് കൃഷി ആരംഭിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ദേ നോട്ടീസ്ഡ് സീഡ്ലിംഗ്സ് സ്പ്രൗട്ടിംഗ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ്. വലിച്ചെറിഞ്ഞ ഫുഡ് ഐറ്റംസ് എന്ന് സീഡ്ലിംഗ് സ്പ്രൗട്ട് ചെയ്ത് നോട്ടീസ് ചെയ്തു. ഇഫ് ദ സീഡ്സ് വെയർ ലെഫ്റ്റ് ഓൺ ദ റോക്ക്, റോക്കിൽ കളഞ്ഞാൽ ദേ വുഡ് ഡ്രൈ വുഡ്, അത് കരിഞ്ഞു പോകും. ഇഫ് പുട്ട് ഇൻ വാട്ടർ, വെള്ളത്തിലിട്ടാൽ ദേ വുഡ് ഗെറ്റ് റോട്ടൺ, അത് ചീഞ്ഞു പോകും. ഹൗവർ, എങ്ങനെയെന്നാൽ ഹ്യൂമൻ ലേൺ ദാറ്റ് സീഡ് ജെർമിനേറ്റ് ഇൻ മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ. ഹ്യൂമൻസ് മനസ്സിലാക്കി സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന എന്തിലാ? മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ, ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ. അങ്ങനെ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് സ്റ്റാർട്ടഡ്, കൃഷി ആരംഭിച്ചു. അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? എഡിബിൾ പ്ലാന്റ്സ്, റൂട്ട്സ് ആൻഡ് സാപ്ലിങ്സ് വെയർ സെലക്റ്റഡ്, പ്ലാന്റഡ് ആൻഡ് കൾട്ടിവേറ്റഡ്. അത് തിരഞ്ഞെടുത്തു, നട്ടു, അതിന് കൃഷി ചെയ്തു. ഏതൊക്കെയായിരുന്നു? വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ്, ഇതാണ് കൾട്ടിവേറ്റ് ചെയ്തത്. എന്നിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? started agriculture mainly on river banks where the essential water and fertile soil were available. വെള്ളവും വളക്കൂറുള്ള മണ്ണും അവൈലബിൾ ആയിട്ടുള്ള നദീതീരങ്ങളിൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അഗ്രികൾച്ചർ ആരംഭിക്കാൻ തുടങ്ങി, കൃഷി ആരംഭിക്കാൻ തുടങ്ങി. മനസ്സിലായല്ലോ? അപ്പോൾ ആദിമ മനുഷ്യർ കൃഷി ആരംഭിച്ചത് എങ്ങനെ? ആദ്യമായി ചെയ്ത കൃഷികൾ ഏതൊക്കെയാണ്? വീറ്റ്, ബാർലി, മില്ലറ്റ്, ട്യൂബേഴ്സ്, ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. പഠിച്ചോ? യെസ്. ഇനി ഭക്ഷ്യവസ്തുക്കൾ അവർ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങി, അവർക്ക് കിട്ടിത്തുടങ്ങി, തീയും അവർ കണ്ടുപിടിച്ചു. ഭക്ഷ്യവസ്തുക്കൾ ബാക്കി വന്നു. എങ്ങനെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? വാട്ട് വുഡ് ദേ ഹാവ് യൂസ് ടു സ്റ്റോർ എക്സസ് ഫുഡ്? കൂടുതൽ വന്ന ബാക്കിയായ ഫുഡ് എങ്ങനെ അവർ സ്റ്റോർ ചെയ്തു? മൺപാത്രങ്ങൾ, പോട്രി, മൺപാത്രങ്ങൾ. മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ബാഗ്സ് മെയ്ഡ് ഓഫ് അനിമൽ സ്കിൻ. ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, ഈറ എന്ന് പറഞ്ഞാൽ മുള അറിയാലോ, ബാംബു. ബാസ്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബു റീഡ്, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചേ? പോട്രി, മൺപാത്രങ്ങൾ. മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ബാഗ്സ് മെയ്ഡ് ഓഫ് അനിമൽ സ്കിൻ. ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, ബാസ്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബു റീഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യകാല കൃഷി ഉപകരണങ്ങൾ. എന്തൊക്കെയാ? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. ആദ്യകാല കൃഷി ഉപകരണങ്ങൾ, ഏർലി അഗ്രികൾച്ചറൽ ടൂൾസ്. ഏതൊക്കെയാ? സ്റ്റിക്സ്, കമ്പ്, സ്റ്റോൺസ്, കല്ല്, ഹോൺസ്, കൊമ്പ്, ബോൺസ്, എല്ല്. അപ്പോൾ ആദ്യത്തെ അഗ്രികൾച്ചർ ടൂൾസ് ഏതൊക്കെയാണ്? സ്റ്റിക്സ്, കമ്പ്, സ്റ്റോൺസ്, കല്ല്, ഹോൺസ്, കൊമ്പ്, ബോൺസ്, എല്ല്. അപ്പോൾ ആദ്യകാല കൃഷി ഉപകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക കേട്ടോ. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. ഓക്കെ, കമ്പ്, കൊമ്പ്, കല്ല്, എല്ല്. ഓക്കെ, യെസ്. ഇനി ഇതിൽ നിന്നും പഠിക്കാനുള്ളത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് എന്തായിരുന്നു? മനുഷ്യ ചരിത്രത്തിലെ ആദിമകാലത്തെ മനുഷ്യരായിരുന്നല്ലോ, അവർ ഒരു വഴിത്തിരിവുണ്ടായി. ആ ഒരു പ്രാചീന കാലത്ത് നിന്ന് ഒരു ചെറിയൊരു വഴിത്തിരിവുണ്ടായി. അതെപ്പോഴായിരുന്നു? ചക്രം കണ്ടുപിടിച്ചത്. എന്തായിരുന്നു? ചക്രം കണ്ടുപിടിച്ചതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ്. മേക്ക് പോട്രി വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. ചോദിക്കും, ചക്രം കണ്ടുപിടിച്ചതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ
പ്രധാന വഴിത്തിരിവ്. എന്താണ്? ചക്രം കണ്ടുപിടിച്ചതായിരുന്നു ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ്, മേജർ ടേണിംഗ് പോയിന്റ്. മേജർ ടേണിംഗ് പോയിന്റ് എന്താ? മേക്ക് പോട്രി അല്ല, ഡിസ്കവറി ഓഫ് വീൽസ് ആണ് കേട്ടോ. ഡിസ്കവറി ഓഫ് ദ വീൽസ്, ചക്രം കണ്ടുപിടിച്ചതായിരുന്നു. ടു മേക്ക് പോട്രി, ഡിസ്കവറി ഓഫ് ദ വീൽസ്, ചക്രം കണ്ടുപിടിച്ചതായിരുന്നു. ഡിസ്കവറി ഓഫ് ദ വീൽസ്, ഡിസ്കവറി ഓഫ് ദ വീൽ, ഡിസ്കവറി ഓഫ് ദ വീൽ എന്ന് പറഞ്ഞാൽ ചക്രം. ചക്രം താണ്ടോ, അതിൻ്റെ താഴെ ചക്രം വെച്ചാണ് കറക്കുന്നത്. അപ്പോൾ ചക്രം കണ്ടുപിടിച്ചതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ്. ഡിസ്കവറി ഓഫ് ദ വീൽ ആണ് മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്, ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ചക്രം കണ്ടുപിടിച്ചത്. ഡിസ്കവറി ഓഫ് ദ വീൽ, തെറ്റിക്കില്ലല്ലോ. ഡിസ്കവറി ഓഫ് ദ വീൽ, ചക്രം കണ്ടുപിടിച്ചതായിരുന്നു മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ്. മൺപാത്ര നിർമ്മാണം വ്യാപകമാകാൻ, മൺപാത്ര നിർമ്മാണം, സ്പ്രെഡ് ഓഫ് പോട്രി, ദിസ് ലീഡ് ടു ദ സ്പ്രെഡ് ഓഫ് പോട്രി, മൺപാത്ര നിർമ്മാണം നല്ല രീതിയിൽ എത്തുവാൻ, വ്യാപകമാകുവാൻ ഈ ചക്രം കണ്ടുപിടിക്കൽ സഹായിച്ചു. ഓക്കെ, മൺപാത്രം ആഹാരം പാചകം ചെയ്യാനും സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ആയിരുന്നു. ആഹാരം പാചകം ചെയ്യാൻ, ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനൊക്കെ ആയിരുന്നു മൺപാത്രം, പോട്രി, മൺപാത്രം. എന്നാൽ മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവാണ് ചക്രം കണ്ടുപിടിച്ചത്, ഡിസ്കവറി ഓഫ് ദ വീൽ. ഓക്കെ, യെസ്. ധാന്യപ്പുര. എന്താണ് ധാന്യപ്പുര? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. ഈ ധാന്യപ്പുര ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. അപ്പോൾ ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒന്നാണ് ധാന്യപ്പുര. അപ്പോൾ ധാന്യപ്പുര ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാന സവിശേഷത ധാന്യപ്പുര. The Indus Valley civilization or Harappan civilization was a river valley civilization that existed in ancient India. One of the most important features of this civilization is the granary. Okay, ഈ സിവിലൈസേഷൻ, ഈ നദീതട സംസ്കാരത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഗ്രാനറി, ധാന്യപ്പുര. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണ്? ഗ്രാനറി. സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? ധാന്യപ്പുര. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്താണ്? ഗ്രാനറി, ധാന്യപ്പുര. സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം, ഇവിടുത്തെ പ്രധാന സവിശേഷതയാണ് ധാന്യപ്പുര. ധാന്യപ്പുര എന്താ? ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ്. ഭക്ഷണങ്ങൾ, ധാന്യങ്ങൾ ദൂരഗ്രാമങ്ങളിൽ നിന്ന് സൂക്ഷിക്കാൻ ഈ ധാന്യപ്പുരകളിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുമായിരുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ധാന്യപ്പുര അല്ലെങ്കിൽ ഗ്രാനറി. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ധാന്യപ്പുര അല്ലെങ്കിൽ ഗ്രാനറി. ഓക്കെ, കൈമാറ്റ സമ്പ്രദായം. എന്താണ് കൈമാറ്റ സമ്പ്രദായം? നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ നമ്മൾ പണമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. സാധനം വിറ്റാൽ പണം കിട്ടും ആണല്ലോ, സാധനം വാങ്ങിയാൽ മറ്റേയാൾക്ക് പണം കിട്ടും. അപ്പോൾ കൈമാറ്റ സമ്പ്രദായം. ഇപ്പോൾ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ചക്ക വേണം, നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള ചക്ക, കൂടുതൽ ചക്ക നിങ്ങൾക്ക് തരും, നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങ എനിക്ക് തരും. ഓക്കെ, കൈമാറ്റം. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങും, അവർക്ക് ആവശ്യമുള്ളത് എന്നിൽ നിന്ന് കൊടുക്കും. അതാണ് കൈമാറ്റം. അപ്പോൾ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്നതാണ്. സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. എന്താണ്? എക്സ്ചേഞ്ചിങ് ഗുഡ്സ്.
വിത്ത് ഈച്ച് അതർ. എക്സ്ചേഞ്ചിങ് ഗുഡ്സ്, സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക, അതാണ് ബാർട്ടർ സിസ്റ്റം. എക്സ്ചേഞ്ചിങ് ഗുഡ്സ്, സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക. എക്സ്ചേഞ്ചിങ് ഗുഡ് വിത്ത് ഈച്ച് അതർ, പരസ്പരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് എന്താ? ബാർട്ടർ സമ്പ്രദായം. എപ്പോഴാണ്? ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് കോയിനേജ്. ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ദ സിസ്റ്റം ഓഫ് കോയിനേജ്. കോയിൻ എന്ന് പറഞ്ഞാൽ നാണയം, അറിയാലോ. കോയിൻ ഏജ്, നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ. എക്സ്ചേഞ്ചിങ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു? കൈമാറ്റം ചെയ്യുന്ന രീതിയെ പറയുന്നതാണ് ബാർട്ടർ സമ്പ്രദായം. ബാർട്ടർ സമ്പ്രദായം. വാട്ടർ അല്ല, ബാർട്ടർ ആണ് കേട്ടോ. വാട്ടർ എന്ന് ടീച്ചർ പറയാൻ കാരണം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കാൻ. വാട്ടർ അല്ല, ബാർട്ടർ. ഓക്കെ, ബാർട്ടർ സമ്പ്രദായം ഓർമ്മയിരിക്കുമല്ലോ. ഇത് എന്താണ്? ചിലപ്പോൾ മാച്ച് ചെയ്യാൻ ചോദിക്കും. ധാന്യപുരം മാച്ച് ചെയ്യാൻ ചോദിക്കും. ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ടുള്ളത് എന്താണ്? ധാന്യപുര, ഗ്രാനറി. സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് ബാർട്ടർ സമ്പ്രദായം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട്. നഗര രൂപീകരണം എങ്ങനെയാണ്? ആദ്യം സാധനങ്ങളുടെ കൈമാറ്റം, എന്നിട്ടത് കച്ചവടം എവിടെയാണ്? മാർക്കറ്റ് അല്ലെങ്കിൽ ചന്തകൾ, കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങൾ. അപ്പോൾ നഗരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? സാധനങ്ങളുടെ കൈമാറ്റം നടക്കുന്നു, കച്ചവടം ചെയ്യുന്നു, അത് വലിയ ചന്തകളിൽ പോകുന്നു, അവിടെ നിന്നും വലിയ കച്ചവട കേന്ദ്രങ്ങളിൽ പോകുന്നു, നഗരങ്ങളിലെത്തുന്നു. അപ്പോൾ നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്? സാധനങ്ങളുടെ കൈമാറ്റം, കച്ചവടം, മാർക്കറ്റ് അല്ലെങ്കിൽ ചന്തകൾ, കച്ചവട കേന്ദ്രങ്ങൾ, എന്നിട്ട് നഗരങ്ങൾ. കച്ചവടം, മാർക്കറ്റ്, കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങൾ. ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ പറയാം? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, കൈമാറ്റം, സാധനങ്ങൾ കൈമാറ്റം. ട്രേഡ്, കച്ചവടം. മാർക്കറ്റ്, ചന്ത. ട്രേഡിംഗ് സെൻറ്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങൾ, അർബൻ സെൻറ്റേഴ്സ്. ട്രേഡ്, ആദ്യം എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, ട്രേഡ്, മാർക്കറ്റ്, ട്രേഡിംഗ് സെൻറ്റേഴ്സ്, അർബൻ സെൻറ്റേഴ്സ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, ട്രേഡ്, മാർക്കറ്റ്, ട്രേഡിംഗ് സെൻറ്റേഴ്സ്, അർബൻ സെൻറ്റേഴ്സ്. ഓക്കെ. സ്പൈസസ്, ഇവിടെ കുറച്ച് സ്പൈസസ് ഉണ്ട്, സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്. ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പേരെഴുതുക. എന്നിട്ട് ഇവ എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്തത്, എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് നമുക്ക് അടുത്ത് നോക്കാം. ആദ്യം ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പേരെഴുതണം. ഇതുപോലെ ചിത്രം നൽകിയിരിക്കും, അതിൻ്റെ പേരെഴുതണം. ഇതെന്താണ്? വാട്ട് ഈസ് ഇറ്റ്? പെപ്പർ, കുരുമുളക്. ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. പെപ്പർ എന്ന് എഴുതിയാൽ ശരി തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. ഇതെന്താണ്? ഏലം, കാർഡമം. കാർഡമം, ഏലം. കാർഡമം, ഏലം. വാട്ട് ഈസ് ദിസ്? ഇഞ്ചി, ജിഞ്ചർ, ഇഞ്ചി. ജിഞ്ചർ, ഇഞ്ചി. വാട്ട് ഈസ് ദിസ്? ഗ്രാമ്പു. എന്താണ്? ഗ്രാമ്പു, ക്ലോവ്സ്. ഗ്രാമ്പു, ക്ലോവ്സ്. ഇതെന്താണ്? കറുവപ്പട്ട. കറുവപ്പട്ട, സിന്നമൺ. കറുവപ്പട്ട, സിന്നമൺ. വാട്ട് ഈസ് ദിസ്? നട്ട്മെഗ്, ജാതിക്ക. ജാതിക്ക, നട്ട്മെഗ്. അപ്പോൾ ഈ സ്പൈസസിൻ്റെ പേര് ഏതൊക്കെയാണ്? സ്പൈസസ് എഴുതാൻ ചോദിച്ചാൽ എഴുതുക, ചിത്രം നൽകിയാൽ അതിൻ്റെ പേര് തെറ്റാതെ എഴുതുക. ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. കാർഡമം, ഏലം. ജിഞ്ചർ, ഇഞ്ചി. ക്ലോവ്സ്, ഗ്രാമ്പു. സിന്നമൺ, കറുവപ്പട്ട. നട്ട്മെഗ്, ജാതിക്ക. ഒരിക്കൽ കൂടി, ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. കാർഡമം, ഏലം. ജിഞ്ചർ, ഇഞ്ചി. ക്ലോവ്സ്, ഗ്രാമ്പു. സിന്നമൺ, കറുവപ്പട്ട. നട്ട്മെഗ്, ജാതിക്ക. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞാൽ എഴുതുമല്ലോ? എഴുതും. ചിത്രം നൽകിയാൽ പേരെഴുതാൻ പറഞ്ഞാൽ അറിയാലോ? യെസ്. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത്, ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട, കൈമാറ്റം ബാർട്ടർ സമ്പ്രദായം ഓർമ്മയുണ്ടല്ലോ, കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് കുരുമുളക്,
ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ സുഗന്ധവ്യഞ്ജനങ്ങൾ ആയിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുരുമുളക്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക്. അപ്പൊ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താ? കുരുമുളക്. കറുത്ത പൊന്ന് കുരുമുളക്. The spices that were exchanged mainly from India, ഇന്ത്യയിൽ നിന്നും എക്സ്ചേഞ്ച് ചെയ്തിരുന്നു with other lands, മറ്റ് ദേശങ്ങളുമായിട്ട്. ബ്ലാക്ക് പെപ്പർ കുരുമുളക്, കാർഡമം ഏലം, ജിഞ്ചർ ഇഞ്ചി, ക്ലോവ്സ് ഗ്രാമ്പു, ആൻഡ് സിന്നമൺ കറുവപ്പട്ട. ഓഫ് ദീസ് black pepper, which was also known as black gold, became the foreigners' favorite. ഫോറിനേഴ്സ് ഫേവറേറ്റ്, വിദേശികളുടെ ഫേവറേറ്റ്, പ്രിയപ്പെട്ടത് എന്താ? ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് പെപ്പർ. ബ്ലാക്ക് പെപ്പർ എന്താന്ന് അറിയപ്പെടുന്നേ? ബ്ലാക്ക് ഗോൾഡ്. ബ്ലാക്ക് പെപ്പർ എന്താ അറിയപ്പെടുന്നേ? ബ്ലാക്ക് ഗോൾഡ്. ബ്ലാക്ക് ഗോൾഡിന്റെ പ്രത്യേകത എന്താ? ഫോറിനേഴ്സ് ഫേവറേറ്റ്, വിദേശികളുടെ ഏറ്റവും പ്രിയപ്പെട്ടത്, ഫോറിനേഴ്സ് ഫേവറേറ്റ് ആയിരുന്നു ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിച്ചിരുന്ന ബ്ലാക്ക് പെപ്പർ. കറുത്ത പൊന്ന് എന്ന് വിളിച്ചിരുന്ന കുരുമുളകായിരുന്നു വിദേശികളുടെ പ്രിയപ്പെട്ട സുഗന്ധവ്യഞ്ജനം. ഓക്കെ, അപ്പോൾ വിദേശികൾ ഇവിടെ നിന്നും കൈമാറ്റം ചെയ്ത് കൊണ്ടുപോയ സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയാലോ. കറുത്ത പൊന്ന് ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്ലാക്ക് പെപ്പർ കുരുമുളക്. എഴുതാൻ അറിയാലോ. കുരുമുളകിൻ്റെ മറ്റൊരു പേര്, കുരുമുളക് അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ്, ഫോറിനേഴ്സ് ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് പെപ്പർ കുരുമുളക്. എങ്ങനെ ചോദിച്ചാൽ എഴുതാൻ അറിയാലോ. അറിയാം. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ. അപ്പൊ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, വാസ്കോഡ ഗാമ ഏത് സഞ്ചാരിയാണ്? പോർച്ചുഗീസ്. പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ എ പോർച്ചുഗീസ് ട്രാവലർ. വാസ്കോഡ ഗാമ എ പോർച്ചുഗീസ് ട്രാവലർ. പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചിലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്ന ചരിത്രരേഖകൾ പറയുന്നു. അപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്ക് കൊണ്ടുപോയത് ആരാണെന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമ. ഓക്കെ, took goods worth 60 times the cost of his journey when he returned to Europe. യൂറോപ്പിലേക്ക് തിരിച്ചു പോയപ്പോൾ 60 times 60 ഇരട്ടി വിലയുടെ കോസ്റ്റുകൾ എന്ത് ചെയ്തു? ഗുഡ്സ് ഇവിടെ നിന്ന് കൊണ്ടുപോയി. അതായിരുന്നു വെച്ചാൽ വാസ്കോഡ ഗാമ. ഇനി മാച്ച് ചെയ്യാൻ ചോദിക്കും. ഓരോ സഞ്ചാരിയും അത് ഏത് സഞ്ചാരി ഇവിടെ തന്നിരിക്കും. ഫ്രഞ്ച് സഞ്ചാരി, അതുപോലെ എന്താണ് ഡച്ച് സഞ്ചാരി, പേർഷ്യൻ സഞ്ചാരി, പോർച്ചുഗീസ് സഞ്ചാരി, ഇംഗ്ലീഷ് സഞ്ചാരി, ഇംഗ്ലീഷ് ട്രാവലർ, ഫ്രഞ്ച് ട്രാവലർ, ഇങ്ങനെ തന്നിരിക്കും. പോർച്ചുഗീസ് ട്രാവലർ, തൊട്ടിപ്പുറത്ത് റാൽഫ് മാച്ച്, അതുപോലെ എന്താണ് വാസ്കോഡ ഗാമ, അങ്ങനെ എല്ലാവരുടെയും പേര് തന്നിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യുമ്പോൾ പോർച്ചുഗീസ് സഞ്ചാരിയാണ് വാസ്കോഡ ഗാമ. പോർച്ചുഗീസ് സഞ്ചാരി ആരാ? വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് ട്രാവലർ ആണ്. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് ട്രാവലർ ആണ്. ഇനി റോമാക്കാർ, ചൈനക്കാർ, അറബിക്കാർ, പേർഷ്യക്കാർ, ജൂതർ ഇവരുമായാണ് ബാർട്ടർ സമ്പ്രദായം, കൈമാറ്റം നിലനിന്നിരുന്നത്. ഇന്ത്യക്ക് ആരൊക്കെയായിട്ടായിരുന്നു ബാർട്ടർ സമ്പ്രദായം ഉണ്ടായിരുന്നത്? റോമൻസ്, ചൈനീസ്, അറബ്സ്, പേർഷ്യൻസ്, ജ്യൂസ്. റോമക്കാർ, റോമൻസ്, ചൈനക്കാർ, ചൈനീസ്, അറബികൾ, അറബ്സ്, പേർഷ്യക്കാർ, പേർഷ്യൻസ്, ജൂതർ, ജ്യൂസ് ഇവരുമായിട്ടായിരുന്നു പ്രധാനമായും ഇന്ത്യക്ക് ബാർട്ടർ സമ്പ്രദായം, എക്സ്ചേഞ്ചിങ് ഓഫ് ഗുഡ്സ് നിലനിന്നിരുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നിലനിന്നത് ആരൊക്കെയായിട്ടാണ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആയിട്ട് ഏതൊക്കെ ലാൻഡുകൾ തമ്മിൽ, ഏതൊക്കെ ദേശങ്ങൾ തമ്മിലായിരുന്നു കൈമാറ്റം നിലനിന്നിരുന്നത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? റോമൻസ്, റോമാക്കാർ, ചൈനീസ്, ചൈനക്കാർ, അറബ്സ്, അറബികൾ, പേർഷ്യൻസ്, പേർഷ്യക്കാർ, ജ്യൂസ്, ജൂതർ. തെറ്റില്ലല്ലോ? നോ. ഓക്കെ. ഇനി ഭക്ഷ്യ വിഭവങ്ങളുടെ ഉത്ഭവം. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പേരയ്ക്ക, ഗുവ എന്തെന്ന് അറിയപ്പെട്ടെ?
ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ്, ഉഷ്ണമേഖലയിലെ ആപ്പിൾ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ, ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് ഏതാ? ഗുവ. ഗുവയുടെ ജന്മദേശം മെക്സിക്കോ. ഗുവയുടെ ബർത്ത് പ്ലേസ് മെക്സിക്കോ. തെറ്റിക്കല്ല, ഗുവയുടെ ബർത്ത് പ്ലേസ് മെക്സിക്കോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ പേരയ്ക്ക, ഗുവ. ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് ഗുവ. ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് ഗുവ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ പേരയ്ക്ക. പേരയ്ക്കയുടെ ജന്മദേശം എവിടെയാ? ബർത്ത് പ്ലേസ് എവിടെയാ? മെക്സിക്കോ. എവിടെയാ? മെക്സിക്കോ. നോക്കിയേ, ഇത് ഏതൊക്കെ ഫ്രൂട്ടാണ്? ഫ്രൂട്ടും വെജിറ്റബിൾസും ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. ഗുവ, പപ്പായ, പൈനാപ്പിൾ, കാഷ്യൂനട്ട്, ടപ്പിയോക്ക, പൊറ്റാറ്റോ, ഇതെല്ലാം ഉണ്ട്. ഇവരുടെ ജന്മദേശം, ബർത്ത് പ്ലേസ്, ജന്മദേശമാണ് പഠിക്കാനുള്ളത്. ഗുവ നമ്മൾ പഠിച്ചു, എവിടെയാ? മെക്സിക്കോ. പപ്പായയും പൈനാപ്പിൾ, ഉരുളക്കിഴങ്ങ്, ഇത് മൂന്നും ഒരു രാജ്യത്തിൽ നിന്ന് വന്നതാ. ഒരു രാജ്യത്താണ് ഇവരുടെ ബർത്ത് പ്ലേസ്. പപ്പായ, പൈനാപ്പിൾ, പൊട്ടാറ്റോ. ആദ്യം നമുക്ക് പപ്പായയും പൈനാപ്പിളും നോക്കാം. പപ്പായയും പൈനാപ്പിളും അമേരിക്ക. പപ്പായ, പൈനാപ്പിൾ ബർത്ത് പ്ലേസ് എവിടെയാ? അമേരിക്ക. പപ്പായ, പൈനാപ്പിൾ ബർത്ത് പ്ലേസ് എവിടെയാ? ജന്മദേശം എവിടെയാ? അമേരിക്ക. കാഷ്യൂനട്ട്, ടപ്പിയോക്ക. കാഷ്യൂനട്ടിൻ്റെയും ടപ്പിയോക്കയുടെയും കശുവണ്ടിയുടെയും മരിച്ചീനിയുടെയും ജന്മദേശം ഒന്നാണ്, ബ്രസീൽ. എന്താ? ബ്രസീൽ. കശുവണ്ടി, കാഷ്യൂനട്ട്, ടപ്പിയോക്ക, മരിച്ചീനി എവിടെയാണ് ജന്മദേശം? ബ്രസീൽ. ഇനി ടീച്ചർ പറഞ്ഞു ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോയുടെ ജന്മദേശം ഇത് തന്നെയാണ്, അമേരിക്ക. ഏതാ? അമേരിക്ക. അപ്പോൾ ഗുവയുടെ ജന്മദേശം മെക്സിക്കോ, പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. പപ്പായയും പൈനാപ്പിളും ഉരുളക്കിഴങ്ങും ജന്മദേശം അമേരിക്ക. കാഷ്യൂനട്ട്, ടപ്പിയോക്ക, മരിച്ചിനി, കശുവണ്ടി എവിടെയാണ്? ബ്രസീൽ. തെറ്റുമോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഈസി അല്ലേ? പഠിച്ചില്ലേ? പഠിച്ചു. കച്ചവടത്തിന്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് എങ്ങനെ? അപ്പോൾ കച്ചവടം എങ്ങനെയാണ് വ്യാപിച്ചത്? വിദൂരദേശങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം, വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം അതെങ്ങനെയാണ്? കച്ചവടത്തിൻ്റെ വ്യാപനം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. ഹൗ ഡിഡ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്, നമ്മുടെ കച്ചവടത്തിൻ്റെ വ്യാപനം, എക്സ്പാൻഷൻ, ലീഡ് ടു എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റം എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ, ബിറ്റ്വീൻ ഡിസ്റ്റന്റ് ലാൻഡ്സ്, വിദൂരദേശങ്ങൾ തമ്മിൽ ഫുഡ് ഐറ്റം എക്സ്ചേഞ്ച് ചെയ്തതിലൂടെ കച്ചവടത്തിൻ്റെ വ്യാപനം എങ്ങനെയാണ് മുന്നോട്ട് പോയത്? എങ്ങനെയൊക്കെയാണ്? തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കച്ചവട വ്യാപനം വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. എങ്ങനെയാണ് കച്ചവടം കൂടുതൽ വ്യാപകമാകുന്നത്? ഇവിടുത്തെ സാധനങ്ങൾ എങ്ങനെയാണ് മറ്റ് ദേശങ്ങളിലേക്ക് പോകുന്നത്? തൊഴിൽ തേടി ആളുകൾ പോകുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്, വിനോദത്തിനായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയാണല്ലേ. അങ്ങനെ കച്ചവടത്തിൻ്റെ വ്യാപനം പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻ അഡീഷൻ ടു ട്രേഡ്, people travel to different parts of the world. For employment, തൊഴിലിനായി, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനായി, leisure, entertainment, വിനോദത്തിനായി, ഇങ്ങനെ മേക്കിംഗ് ദിസ് എക്സ്ചേഞ്ച് മോർ വൈഡ് സ്പ്രെഡ്. ഇങ്ങനെ ആ എക്സ്ചേഞ്ച് വ്യാപനം എന്താണ്? ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, മിശ്രഭോജനം നടത്തിയതാരാ? സഹോദരൻ അയ്യപ്പൻ. ആരാ മിശ്രഭോജനം നടത്തിയതാരാ? സഹോദരൻ അയ്യപ്പൻ. 1917 മെയ് 29 എല്ലാ ജാതിക്കാരെയും പല ജാതിക്കാരെയും ഒന്നിച്ചിരുത്തി എന്താ ആഹാരം കഴിച്ചു. അതായിരുന്നു ഭക്ഷണം കഴിച്ചെന്നുള്ള അവകാശം. അങ്ങനെ നിഷേധിക്കാൻ ഓരോ ഭാഗം ജനങ്ങളും പ്രത്യേകമായിരുന്നല്ലോ. അങ്ങനെ പരസ്പരം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പാടില്ലല്ലോ. അത് നിർത്തലാക്കാൻ വേണ്ടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച, അതുകൊണ്ട് മിശ്രഭോജനം നടത്തിയത് ആരാണെന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ആരാണ്? ചെറായിയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ അയ്യപ്പനായിരുന്നു മിശ്രഭോജനം നടത്തിയത്. മിശ്രഭോജന സമരം നടത്തിയതാരാ? സഹോദരൻ അയ്യപ്പൻ. എവിടെയാണ്? എറണാകുളം ചെറായിയിലെ
എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ചത്. അപ്പോൾ മിശ്രഭോജനം ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ. ഇനി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട്, ആഹാരത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന ദാരിദ്ര്യം നിർത്തലാക്കാൻ വേണ്ടി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. എന്താ? കുടുംബശ്രീ മിഷൻ, എ പ്രോജക്ട് ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ പോവർട്ടി അലിവിയേഷൻ. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത പദ്ധതി കുടുംബശ്രീ മിഷൻ. അപ്പോൾ കുടുംബശ്രീ മിഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി അലിവിയേഷൻ എന്താണ്? കുടുംബശ്രീ മിഷൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീ മിഷന്റെ ലക്ഷ്യം. കേരള സർക്കാർ രൂപം കൊടുത്ത കുടുംബശ്രീ മിഷന്റെ ലക്ഷ്യം എന്താ? പോവർട്ടി അലിവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അടുത്ത് പഠിക്കാനുള്ളത് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ എന്നാണ്? 16th ഒക്ടോബർ. വേൾഡ് ഫുഡ് ഡേ 16th ഒക്ടോബർ. ചോദിക്കാൻ സാധ്യതയുള്ള ഇതാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അതും എന്താണ്? എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക, ദാരിദ്ര്യവും പട്ടിണിയും മാറ്റി എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. ഒക്ടോബർ 16 എന്താണ്? ലോക ഭക്ഷ്യദിനം. വേൾഡ് ഫുഡ് ഡേ 16th ഒക്ടോബർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരളം രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? കുടുംബശ്രീ മിഷൻ. ഓക്കെ, കുടുംബശ്രീ മിഷനാണ്. എ പ്രോജക്ട് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ പോവർട്ടി അലിവിയേഷൻ. ഓക്കെ, പഠിച്ചോ? 2 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചോ? ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന പദ്ധതി കുടുംബശ്രീ മിഷൻ. പഠിച്ചുവല്ലോ? യെസ്, പഠിച്ചു. ഇനി ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത്. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. ഇതും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. അതിനായി പൊതുവിതരണ സംവിധാനം അറിയാലോ, നമ്മുടെ റേഷൻ കടകളും അതൊക്കെ ഇല്ലേ, അത് തന്നെയാണ്. ഓക്കെ, അതിനായിട്ട് തുടങ്ങിയതാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ്. 2013 വന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്നാ വന്നേ? 2013. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നതെന്നാ? 2013. 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നത്. ലക്ഷ്യം എന്താ? ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക. എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ. എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്, ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക. ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ, എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ, അതാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. നമ്മുടെ കുടുംബശ്രീ മിഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം വന്നത് 2013. എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക, എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ, അതാണ് ലക്ഷ്യം. പഠിച്ചുവല്ലോ? പഠിച്ചില്ലേ? ഇനി അതുപോലെ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ചെറുധാന്യം എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023. മില്ലറ്റ്സ് ചെറുധാന്യ വർഷം 2023. ജോവ്, റാഗി, വരക്, തിന, ഇതെല്ലാമാണ് എന്താ? മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ. ധാന്യങ്ങൾ എന്ന് പറയുന്നത് ധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായോ? അതിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസെപ്ഷൻ ഓഫ് മില്ലറ്റ്സ്. ആണ് 2023 ചെറുധാന്യ വർഷം. ഇത് ഭക്ഷ്യ സുരക്ഷാ നിയമം 2013. അത് കഴിഞ്ഞ് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം, മില്ലറ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ് 2023. ഓക്കെ, അപ്പോൾ പാർട്ട് 2 നമ്മൾ
ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആദിമകാലം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ എല്ലാ കാര്യവും പഠിച്ചിട്ടുണ്ട്. എക്സാമിന് ഒത്തിരി ഹെൽപ്ഫുള്ളാകും. നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഓണം എക്സാം 2024 ക്ലാസ് 5 സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രം എക്സാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ. ആക്ടിവിറ്റി 1, ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ കാണുന്നുണ്ട്? മൗണ്ടെയിൻസ്, സ്കൂൾസ്, പിന്നെ അതുപോലെ എന്താണ്, പാടങ്ങൾ കാണുന്നുണ്ട്, മാർക്കറ്റ്, ചന്തകൾ കാണുന്നുണ്ട്, പോണ്ട്, കുളം കാണുന്നുണ്ട്. അപ്പോൾ ഇത് പീലിയുടെ വില്ലേജ് ആണല്ലേ, കണ്ടുവല്ലോ. റൈറ്റ് ഡൗൺ എനി 3 പെക്യുലാരിറ്റീസ് ഓഫ് ദ വില്ലേജ് ഫ്രം ദ പിക്ചർ. 3 കാര്യങ്ങൾ ആ പിക്ചറിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അത് നിങ്ങളുടെ ഐഡിയയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ലുക്ക് ദ മാർക്കറ്റ് ഇൻ പീലീസ് വില്ലേജ്. പീലിയുടെ വില്ലേജ് മാർക്കറ്റ് കണ്ടല്ലോ. വാട്ട് ആർ ദ വേസ് ഇൻ യുവർ വില്ലേജ് ടു എക്സ്ചേഞ്ച് ഗുഡ്സ്. ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ, സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നിങ്ങളുടെ വില്ലേജിൽ എന്തൊക്കെയാണ് ഉള്ളത്? മാർക്കറ്റ് ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, ഡയറക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാം, ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. റൈറ്റ് എനി 2, 2 എഴുതിയാൽ മതി. അത് നിങ്ങളുടെ ഓപ്ഷനായിരുന്നു, നിങ്ങൾ കണ്ടെത്തി എഴുതാനുള്ളതായിരുന്നു. ആക്ടിവിറ്റി 2 നോക്കാം. യൂസ് ഓഫ് ഫയർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. മനുഷ്യരുടെ ഫുഡ് പാറ്റേണിൽ, ആഹാര രീതിയിൽ തീ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു. Which of the following changes does not include in the food pattern of human beings after using fire for cooking? തീ ഉപയോഗിച്ച് കുക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇതിൽ ഉൾപ്പെടാത്തത് ഏത്, ഇൻക്ലൂഡ് ആകാത്തത് ഏത്? കുക്ക് ആൻഡ് ഈറ്റ്, കുക്ക് ചെയ്യുക കഴിക്കുക. റോസ്റ്റ് ആൻഡ് ഈറ്റ്, റോസ്റ്റ് ചെയ്യുക എടുത്ത് കഴിക്കുക. ബോയിൽ ആൻഡ് ഈറ്റ്, വേവിക്കുക കഴിക്കുക, വറുക്കുക കഴിക്കുക, പാകം ചെയ്യുക കഴിക്കുക. ഈറ്റ് റോ, പച്ചയ്ക്ക് കഴിക്കുക. ഏതാണ്? ഈറ്റ് റോ. നമ്മൾ കിട്ടുന്നത് പോലെ കഴിക്കുന്ന രീതി മാറിയല്ലേ. അത് പിന്നെ തീ ഉണ്ടാക്കിയതിന് ശേഷം, തീ കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യാറില്ല. ഇതായിരുന്നു ആൻസർ. ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ആൻഡ് അറേഞ്ച് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ നോമഡിക് മാൻസ് യൂസേജ് ഓഫ് ഫയർ. അപ്പോൾ ഫയർ യൂസ് ചെയ്ത് തുടങ്ങി, അത് എങ്ങനെയാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്, യൂസ് ഓഫ് ഫയർ, അതിൻ്റെ കറക്റ്റ് മാപ്പ് എഴുതുക, അറേഞ്ച് ചെയ്ത് എഴുതുക. ഇതിൽ ആദ്യം ചെയ്തത് ഏതാണ്? ആദ്യം ചെയ്തത് ഏതാണ്? ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ദേ ഏറ്റ് ദ ബേൺ മീറ്റ് ഓഫ് ഡെഡ് അനിമൽസ് ഇൻ വൈൽഡ് ഫയർ. എന്താണ്, തീപിടുത്തം ഉണ്ടല്ലോ വനത്തിൽ. ആ തീപിടുത്തത്തിൽ മരിച്ച മൃഗങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി? അതിനെ കഴിക്കാൻ തുടങ്ങി. അതാണ് ഒന്നാമത് ചെയ്തത്. രണ്ടാമത് അവർ എന്താ ചെയ്തേ? ലേൺ ടു യൂസ് ഫയർ ഇൻ എ കൺട്രോൾ മാനർ. തീ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അവർ പഠിച്ചു. മൂന്നാമതോ, ദേ സ്റ്റാർട്ട് ടു കുക്ക് ഫുഡ്. ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. നാലാമതോ, അവർ എന്താ, ബിഗിൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. കിഴങ്ങ് വർഗ്ഗങ്ങളും വേരുകളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അഞ്ചാമത് എന്ത് ചെയ്തു? ബിഗിൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് ഫിഷ്, മീറ്റ് എക്സെട്ര. അപ്പോൾ ഇത് 1, 2, 3, 4, 5 ഈ ഒരു ഓർഡറിൽ എഴുതുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗോഡൗൺ ഉണ്ട്, സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോഡൗണിൽ നിന്നാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആൾക്കാർക്ക് കാണാനായിട്ട് വയ്ക്കുക. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഷോയിങ് ദ സ്റ്റോറേജ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ടുഡേ. സ്റ്റോർ ചെയ്യുന്നു, ആൾക്കാർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കുന്നു. വാട്ട് വെയർ ദ വേസ് ഇൻ വിച്ച് നോമാഡ്സ് യൂസ് ടു സ്റ്റോർ എക്സസ് ഫുഡ്? പ്രിപ്പയർ എ നോട്ട്. അറിയാലോ, ആദിമ മനുഷ്യർ ആ ഒരു ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മൺപാത്രം ചക്രം കണ്ടുപിടിച്ചപ്പോൾ വഴിത്തിരിവായി. അവർ മൺപാത്രത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? സൂക്ഷിക്കാൻ തുടങ്ങി. തോല് കൊണ്ടുള്ള അതിൽ സൂക്ഷിക്കാൻ തുടങ്ങി. അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നോട്ട് തയ്യാറാക്കാനായിരുന്നു. ബി ക്വസ്റ്റ്യൻ, നെയിം ദ മാനർ ഇൻ വിച്ച് ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച്ഡ് ബിഫോർ ദ കോയിൻ സിസ്റ്റം കെയിം ടു എക്സ്റ്റെൻസ്. കോയിൻ സിസ്റ്റം വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഫുഡ് എക്സ്ചേഞ്ച് ചെയ്തത്? അതിന് പറയുന്ന പേരെന്തായിരുന്നു? ബാർട്ടർ സിസ്റ്റം. എന്തായിരുന്നു? ബാർട്ടർ സിസ്റ്റം. ആക്ടിവിറ്റി 4, ഡോക്ടറിൻ്റെ പിക്ചർ ഉണ്ട്. കൺസ്ട്രക്ഷൻ വർക്കർ, ടീച്ചർ, പോലീസ്, വുഡ് കട്ടർ, ഹെഡ് വർക്കർ. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട് അല്ലേ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ആൻഡ് ലിസ്റ്റ് ദ പേഴ്സൺ ഹൂ ആർ എൻഗേജ്ഡ് ഇൻ മന്ത്ലി വേജസ് ആൻഡ് ഡെയിലി വേജസ് എംപ്ലോയ്മെൻറ്റ്. ഇതിൽ ദിവസക്കൂലി വാങ്ങുന്നവർ ആരൊക്കെ, മാസക്കൂലി വാങ്ങുന്നവർ ആരൊക്കെ? അത് ശമ്പളം കിട്ടുമല്ലോ, പൈസ കിട്ടുമല്ലോ, സാലറി കിട്ടുമല്ലോ. അപ്പോൾ മാസത്തിൽ സാലറി കിട്ടുന്നവർ ആരൊക്കെ, ദിവസം അന്നുള്ള ജോലി ചെയ്ത് സാലറി പൈസ വാങ്ങുന്ന കൂലി വാങ്ങുന്നവർ ആരൊക്കെ?
മന്ത്ലി വേജസ് ആരൊക്കെ വാങ്ങുന്നു? അതിൽ പോലീസ്, ഡോക്ടർ, ടീച്ചർ, ഇവർ മന്ത്ലി വേജസ് ആണ്. ഡെയിലി വേജസ് ആരൊക്കെയുണ്ട്? വുഡ് കട്ടർ, ഹെഡ് ലോഡ് വർക്കർ, കൺസ്ട്രക്ഷൻ വർക്കർ, ഇവർ എന്താണ്? ഡെയിലി വേജസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ എംപ്ലോയ്മെൻറ്റ്? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. നമുക്കറിയാം അല്ലേ, ഒരു പേഴ്സൺ എന്താണ് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് തൊഴിൽ ചെയ്ത് നേടുന്നതാണ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ നേടുന്നതാണ്. അത് നമ്മൾ പഠിച്ചു. സെലക്ട് ദ വേർഡ് ദാറ്റ് റിഫേഴ്സ് ടു ദ ഇൻകം ഫ്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇൻകം കിട്ടുന്നതിന് പറയുന്ന പേരെന്ത്? ഇൻട്രസ്റ്റ് ആണോ, സാലറി ആണോ, പ്രോഫിറ്റ് ആണോ, ഡിവിഡൻഡ് ആണോ? പ്രോഫിറ്റ്. Then activity 5. Peely, without good network coverage and Wi-Fi connectivity, how will you play a game? How do you be happy without games? If you were in the city, you could have done many things. പീലിയോട് പറയാണ്, പീലി വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ഇല്ല, വൈഫൈ കണക്ടിവിറ്റി ഇല്ല, പിന്നെ അവർ എങ്ങനെ കളിക്കും? കളിക്കാതെ അവർക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? ഇഫ് യു വെയർ ഇൻ ദ സിറ്റി യു കുഡ് ഹാവ് ഡൺ മെനി തിങ്സ്. സിറ്റിയിലായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയേനെ. ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. അപ്പോൾ ഈ കുട്ടി പറയാണ്, സിറ്റിയേക്കാളും കൂടുതൽ ഈ സ്ഥലമാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ്. ഹാവിൻ യു സീൻ ദ എൻ്റർടൈൻമെൻറ്റ്സ് ഇൻ പീലീസ് വില്ലേജ്? പീലിയുടെ വില്ലേജിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടില്ലായിരുന്നോ? ലിസ്റ്റ് ദ നെയിം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇൻ യുവർ വില്ലേജ്. നമ്മുടെ നാട്ടിലെ എൻ്റർടൈൻമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഉത്സവങ്ങളുണ്ട്, പുഴയിൽ കളിക്കാൻ പോകുന്നുണ്ട്, ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നുണ്ട്, പാടത്ത് പോകുന്നതുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. അതൊക്കെ എന്ത് ചെയ്യാം? എഴുതാം. കമ്പയർ ദ ഓൺലൈൻ ഗെയിംസ് ആൻഡ് ദ എൻ്റർടൈൻമെൻറ്റ്സ് യു ഹാവ് സീൻ ഇൻ പീലീസ് വില്ലേജ്. മേക്ക് എ നോട്ട് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതുക. ഓൺലൈൻ ഗെയിംസും എൻ്റർടൈൻമെൻറ്റ്സും അത് കമ്പയർ ചെയ്തിട്ട് നല്ല വശങ്ങൾ എഴുതണം, മോശം വശങ്ങൾ എഴുതണം. ആറാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ക്ലോത്ത് മാനുഫാക്ചറിങ് സെക്ടർ. ക്ലോത്ത് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള മാപ്പാണ്. ഫൈബേഴ്സ് യൂസ് ടു മേക്ക് ക്ലോത്ത്സ്. ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വേണ്ടി ഫൈബേഴ്സ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? നാച്ചുറൽ ഫൈബർ ഉണ്ട്, സിന്തറ്റിക് ഫൈബർ ഉണ്ട്. നാച്ചുറൽ ഫൈബേഴ്സിൽ ഏതൊക്കെയുണ്ട്? അനിമൽ ഫൈബേഴ്സ് ഉണ്ട്, പ്ലാന്റ് ഫൈബേഴ്സ് ഉണ്ട്. സിന്തറ്റിക് ഫൈബേഴ്സിൽ പോളിസ്റ്ററും നൈലോണും വരും. അനിമൽ ഫൈബേഴ്സിൽ ഏതൊക്കെ വരും? വൂൾ വരും, സിൽക്ക് വരും, പ്ലാന്റിൻ്റെ കോട്ടൺ, ജൂട്ട് വരും. അപ്പം ഇങ്ങനെയായിരുന്നു ആൻസർ. എഴുതി കാണുമല്ലോ. അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, നെയിം ദ ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ കേരള. കേരളത്തിലെ ഹാൻഡ്ലൂം സെൻറ്ററിൻ്റെ പേര് എഴുതുക. ഏതാ? ബാലരാമപുരം. എല്ലാവരും എഴുതിയല്ലോ. ആക്ടിവിറ്റി 7, കംപ്ലീറ്റ് ദ ഐഡൻറ്റിറ്റി കാർഡ് ഗിവൺ റിലേറ്റഡ് ടു ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിൻ്റെ ഈ ഐഡൻറ്റി കാർഡ് കംപ്ലീറ്റ് ചെയ്യുക. എ പാർട്ടാണ്. ഇത് പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ എവിടെ നിന്നാണ് വന്നേ? അമേരിക്ക. നമ്മളത് പഠിച്ചതാണ് അല്ലേ, അമേരിക്ക എന്നാണ് പൈനാപ്പിൾ ഇറക്കുമതി ചെയ്തത്. ഓക്കെ. അതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് എ ടേബിൾ ഓഫ് ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് കെയിം ടു ഇന്ത്യ ആസ് പാർട്ട് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് എക്സ്ചേഞ്ച് ചെയ്തതിലൂടെ ഇന്ത്യയിലേക്ക് വന്ന ഐറ്റംസ് ഏതൊക്കെ? നമ്മൾ ഇന്നലെ പഠിച്ചു. മെക്സിക്കോയിൽ നിന്ന് വന്ന എന്തുണ്ട്? ഗുവയുണ്ട്, അമേരിക്കയിൽ നിന്ന് വന്നതുണ്ട്, പഠിച്ചില്ലേ? ബ്രസീലിൽ നിന്ന് വന്നതുണ്ട്, ടപ്പിയോക്ക, കാഷ്യൂനട്ട് ബ്രസീലിൽ നിന്ന് വന്നു. നമ്മൾ അമേരിക്കയിൽ നിന്ന് ഏതൊക്കെ വന്നു? പപ്പായ വന്നു, പൊട്ടാറ്റോ വന്നു, പൈനാപ്പിൾ വന്നു. അതങ്ങ് എഴുതുക. കാഷ്യൂനട്ട്, ഗുവ, പൊട്ടാറ്റോ, പപ്പായ. ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിൻ്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.